എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഭവാനി അഞ്ജനയ്ക്കായി ഒരു മാല എടുത്ത് നീട്ടുകയാണ്. ഇത് ഈ സൗഭാഗ്യപുരത്തിൻ്റെ ഐക്കണാണെന്നാണ് ഭവാനി പറയുന്നത്. പണ്ട് നിനക്കും അനുപമയ്ക്കും അഭിരാമിക്കും 3 പേർക്കുമായി മുത്തശ്ശി പ്രത്യേകം പണി കഴിപ്പിച്ചതാണെന്നാണ് ഭവാനി പറയുന്നത്. ഞാൻ ഇട്ടോളാമെന്ന് പറഞ്ഞ് അഞ്ജന ആ മാല കൈകളിലേക്ക് മേടിക്കുന്നു. ഇതിനുശേഷം അഞ്ജന ചോദിക്കുന്നുണ്ട്, അഭിരാമി ഇപ്പോൾ എവിടെ ആയിരിക്കും? മറുപടിയെ ഭവാനി, അവൾ തൽക്കാലം ഇല്ലാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. മുത്തശ്ശിയുടെയും നിന്റെ വല്യച്ഛൻ്റെയും അപ്പച്ചിയുടെയും എല്ലാവരുടെയും സ്വത്തുക്കളാണ് നമുക്ക് വേണ്ടുന്നത്. അതുകൊണ്ട് അഭിരാമി എന്നുള്ള അവകാശി ഉണ്ടാവാനായിട്ട് പാടില്ല. എന്തായാലും നീ വേഗം ഡ്രസ്സ് ചെയ്ത് താഴേക്ക് വരാൻ പറഞ്ഞ് ഭവാനി അവിടെ നിന്ന് പോകുന്നു. ഇതേസമയം ഭൂമി തൻ്റെ വീട്ടിൽ അണിഞ്ഞൊരുങ്ങി സൗഭാഗ്യപുരത്തേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. അവൾ ഒരുങ്ങി വന്നത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അച്ഛനും അമ്മയും. ഭൂമിക്ക് ഒരു കോംപ്ലിമെൻ്റ് എന്നോണം അച്യുതൻ പറയുന്നുണ്ട്, മോളെ ഈ കൊലത്തിൽ കണ്ട സിനിമാക്കാരടിച്ചുകൊണ്ട് പോകും. മോക്ക് ഏതൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമെന്നാണ് അച്യുതൻ്റെ ചോദ്യം. മറുപടിയായി ഭൂമി തമാശ എന്നോണം, എനിക്ക് ടൈറ്റാനിക് പോലൊരു സിനിമയിൽ അഭിനയിക്കേണ്ടത്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അമ്മ, ആദ്യം നമുക്കിവള് നാടകത്തിൽ അഭിനയിപ്പിക്കാം. ഇത് കേൾക്കുന്ന അച്ഛൻ ദേഷ്യത്തോടു കൂടി, എൻ്റെ മോളെ നാടകത്തിലൊന്നും അഭിനയിപ്പിക്കണ്ട. എന്നാൽ ഇത് കേൾക്കുന്ന അമ്മ, അതെന്താ ഇപ്പം അങ്ങനൊരു വർത്താനം? നാടകത്തിനെന്താ കുറവെന്നാണ് എനിക്കറിയേണ്ടത്. അതിനുശേഷം സൗഭാഗ്യപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുന്ന തിരക്കിലാണ് അച്യുതൻ. അച്യുതനോടായി ഭൂമി പറയുന്നുണ്ട്, അച്ഛാ എന്നും ഇതേപോലെ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ഇതേസമയം സൗഭാഗ്യപുരത്താകട്ടെ സത്യദാസ് പൂജാരിയെ വിളിച്ച് വീട്ടിലേക്ക് വരുന്നു. അജയാകട്ടെ തൻ്റെ കൂട്ടുകാരനുമൊത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയുമാണ്. ഇപ്പോൾ പൂജാരി എല്ലാവരോടുമായി പറയുന്നു, അജയുടെയും അഞ്ജനയുടെയും ജാതകം ഒത്തു നോക്കിയിരുന്നു, വളരെ ഉത്തമമാണെന്നാണ് പൂജാരിയുടെ അഭിപ്രായം. ഇത്രയും പറഞ്ഞ ശേഷം പൂജാരി അകത്തേക്ക് പോകുന്നു. ഇപ്പോൾ സത്യദാസ് അജയോടെ പറയുന്നുണ്ട്, എൻ്റെ മകൾ അഭിരാമി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നീ അവിടെയായിരിക്കും വിവാഹം കഴിക്കുക. ഇവരെല്ലാവരും കൂടി അകത്ത് സംസാരിച്ച് നിൽക്കെ തന്നെ ഭൂമി പുറത്ത് പ്രസാദവുമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാം ഇറക്കി താഴെ വെക്കുന്നിടയിലാണ് ഭൂമി ശ്രദ്ധിക്കുന്നത്. ഒരു പാത്രം പായസം മാത്രം മിസ്സായി പോയിരിക്കുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്ത് അച്ഛനോട് പായസം എത്തിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന ബാക്കി പാത്രങ്ങളും എല്ലാം എടുത്ത് ഭൂമി ആ വീടിനകത്തേക്ക് കയറുന്നു. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയപാടെ ഭൂമി ആദ്യം കാണുന്നത് അജയിനെയാണ്. ഭൂമിനെ ഒന്ന് കളിയാക്കാനെന്നോണം അജയ് പറയുന്നു, ആഹാ പാഷാണ് ഇവിടെ വരെ എത്തിയോ? ഒരു എലി ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു, അതിനെ ഒന്ന് പിടിക്കാൻ വേണ്ടി വന്നതെന്നാണ് ഭൂമിയുടെ ചുട്ട മറുപടി. എന്തായാലും അതിനെ ഇപ്പം നേരി കണ്ടുവെന്നും ഭൂമി പറയുന്നുണ്ട്. അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന അജയിനെ പിടിച്ചു നിർത്തി ഭൂമി മറ്റൊന്ന് പറയുന്നുണ്ട്, ഇന്ന് രാവിലത്തെ ഒരു പത്രവാർത്ത കണ്ടിരുന്നല്ലോ, ആഭ്യന്തരമന്ത്രിയുടെ മകന്റെ മരണം ആത്മഹത്യയാണ് അല്ലാതെ കൊലപാതകമല്ല എന്നുള്ളത്. അത് തെളിയിച്ച പോലീസിന്റെ ബുദ്ധിക്കാകട്ടെ കേന്ദ്രത്തിന്റെ പ്രത്യേക അഭിനന്ദനങ്ങളും. അങ്ങനെയെല്ലാം ഇത് കേൾക്കുന്ന അജയ് മറുപടിയായി, എന്താ നീ വിചാരിച്ചത്? നീ പറഞ്ഞ കണക്കാണ് ഞാൻ അന്വേഷിച്ചതെന്നോ? ഇതേ പോലീസ് ബുദ്ധിയാണെന്നാണ് അജയ് പറയുന്നത്. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലെന്നും ഭൂമി പറയുന്നു. ഞാനന്ന് സ്റ്റേഷനിൽ വെച്ച് എന്തൊക്കെയാണോ സാറിനോട് പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെയല്ലേ സാറ് കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഇപ്പോൾ വാർത്തയിൽ വന്നിരിക്കുന്നത്. ഞാനെന്തായാലും കോടതിയിൽ ഒരു പരാതി കൊടുക്കാൻ പോവുകയാണ്. സാറതൊന്ന് അന്വേഷിച്ച് കണ്ടെത്തി തരണമെന്ന് ഭൂമി പറയുന്നു. എന്താണെന്ന് അജയ് ചോദിക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, തലച്ചോറ് കവർച്ചയെന്നാണ് ഭൂമിയുടെ മറുപടി. ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്ന് കൈ ചുരുട്ടുന്ന അജയോടായി ഭൂമി ചോദിക്കുന്നു, എന്തുപറ്റി? എന്നെ തല്ലണോന്ന് തോന്നുന്നുണ്ടോ? ഞാനെന്തായാലും ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഭൂമി വളരെ സന്തോഷത്തോടു കൂടി ആദ്യമായി സൗഭാഗ്യപുരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.